46-ാമത്തെ ശ്ലോകം നോക്കാം. ത്വയ്യാദാതും ജലമവനതേ ശാർംഗിനോ വർണ്ണചൗരേ തസ്യാഃ സിന്ധോ പൃഥുമപി തനും ദൂരഭാവാത് പ്രവാഹം പ്രേക്ഷിഷ്യന്തെ ഗഗനഗതയോ നൂനമാവർജ്യ ദൃഷ്ടിരേകം മുക്താഗുണമിവ ഭുവസ്ഥൂലമധ്യേന്ദ്രനീലം. അപ്പോൾ ഇവിടെ ത്വയി ആദാതും ജലം അവനത്തെ ശാർംഗിണ വർണ്ണചൗരേ തസ്യാഃ സിന്ധോ പൃഥും അപി തനും ദൂരഭാവാത് പ്രവാഹം പ്രേക്ഷിഷ്യന്തെ ഗഗനഗതയഃ നൂനം ആവർജ്യ ദൃഷ്ടീഃ ഏകം മുക്താഗുണം ഇവ ഭുവഃ സ്ഥൂലമധ്യേന്ദ്രനീലം. ഇവിടെ അതിമനോഹരമായ ഒരു ഉപമയാണ് കാളിദാസൻ കൊടുക്കുന്നത്. ശർമ്മണ്വതി നദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മേഘത്തെ വളരെ ദൂരക്കാഴ്ചയിൽ നിന്ന് നോക്കുന്ന ഗഗനചാരികളായ അമരമിഥുനങ്ങൾക്ക് അതിമനോഹരമായ ഒരു കാഴ്ച ഉണ്ടാക്കാൻ സാധിക്കും. ആ കാഴ്ചയെ വർണ്ണിക്കുകയാണ് കാളിദാസൻ. മനസാ ദർശിച്ചുകൊണ്ട് ആ കാഴ്ചയുടെ സൗന്ദര്യത്തെ സഹൃദയരുടെ മനസ്സിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ കാഴ്ച എന്നൊന്ന് നോക്കാം. പദച്ഛേദം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ എന്താണ് ക്രിയാരൂപം, എങ്ങനെയാണ് അന്വയം വരിക? പ്രേക്ഷിഷ്യന്തെ എന്ന് ക്രിയാരൂപം. കേ പ്രേക്ഷിഷ്യന്തെ? ഗഗനഗതയ പ്രേക്ഷിഷ്യന്തെ. കം പ്രേക്ഷിഷ്യന്തെ? അപ്പോൾ അതാണ് തസ്യാ സിന്ധോ പൃഥുമപി തനും പൃഥും തനും ആവർജ്യ. അപ്പൊ പൃഥുവായ തനുവിനെ തസ്യാ സിന്ധോ പ്രവാഹം പ്രേക്ഷിഷ്യന്തെ ഗഗനഗതയ തസ്യാ സിന്ധോ പ്രവാഹം പ്രേക്ഷിഷ്യന്തെ എന്നാണ് പറയുന്നത്. ആ സിന്ധുവിന്റെ പ്രവാഹത്തെ, ശർമ്മണ്വതി നദിയുടെ പ്രവാഹത്തെ ഗഗനഗതികളായ ആകാശചാരികളായ ആളുകൾ കാണും. തീർച്ചയായും ഏതുപോലെയാണ് കാണുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ശാർംഗിണ വർണ്ണചൗരേ ത്വയി ജലം ആദാതും പൃഥുമപി തനും തസ്യാ സിന്ധോ പ്രവാഹം. അപ്പൊ ശാർംഗിയുടെ, ശ്രീകൃഷ്ണന്റെ വർണ്ണചൗരേ, നിറത്തിന് തുല്യമായ അങ്ങ് ജലമാദാതും, ജലത്തെ സ്വീകരിക്കാനായിക്കൊണ്ട് അവനത്തെ ഇറങ്ങിയ അവസരത്തിൽ പൃഥുമപി തനും ദൂരവത്വാത് പൃഥുമപി തനും, പൃഥുവാണെങ്കിൽ പോലും ദൂരെ നിന്ന് നോക്കുന്നത് കൊണ്ട് തനുവായി തോന്നുന്ന അങ്ങയുടെ ശരീരത്തോടു കൂടിയ തസ്യാ സിന്ധോ പ്രവാഹം, ആ സിന്ധുവിന്റെ പ്രവാഹത്തെ ഗഗനഗതികളായ ആകാശചാരികളായ ആളുകൾ നൂനം തീർച്ചയായും ദൃഷ്ടി ആവർജ്യ, കണ്ണുകൾ ഒരിടത്തു തന്നെ നിർത്തിക്കൊണ്ട് കണ്ണിമ വെട്ടാതെ പ്രേക്ഷിഷ്യന്തെ കണ്ടുകൊണ്ടേയിരിക്കും. ഏതുപോലെ? ഏകം സ്ഥൂലമധ്യേന്ദ്രനീലം ഭുവ മുക്താഗുണം ഇവ. ഒരു സ്ഥൂലമധ്യേന്ദ്രനീലമായ നടുക്ക് ഇന്ദ്രനീലക്കല്ലു പതിച്ച് തടിച്ച ഒരു മുത്തുമാല. ശർമ്മണ്വതി നദി നല്ല വെളുത്ത നിറമാർന്ന നദിയാണ്. അതിലേക്ക് നീല നിറത്തിലുള്ള അങ്ങ് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഭൂമിക്ക് ഒരു മുത്തുമാല
മുത്തുമാലയണിഞ്ഞതുപോലെയുള്ള ശോഭ ഉണ്ടാക്കും. അതിനെ ആകാശചാരികൾ തീർച്ചയായും നോക്കിക്കാണുക തന്നെ ചെയ്യും. ആ മനോഹരമായ കാഴ്ച, പച്ചപ്പുതപ്പു വിരിച്ച ഭൂമിക്ക് ഒരു മുത്തുമാലയണിഞ്ഞ പ്രതീതി ഉണ്ടാക്കും. ആ മുത്തുമാലയുടെ നടുക്ക് ഒരു ഇന്ദ്രനീലക്കല്ല് പതിച്ചിട്ടുള്ള ഒരു മുത്തുമാല, അങ്ങനെയുള്ള ഒരു മനോഹരമായ കാഴ്ച നൽകാൻ അങ്ങേക്കാക്കും. അപ്പോ ഗഗനചാരികളായ ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ മുതലായ ആളുകൾ തീർച്ചയായും അത് കണ്ണിമ വെട്ടാതെ, കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ ആ അന്വയം ഞാൻ ഒന്നും കൂടി പറയാം. ശാർഗിണ വർണ്ണചൗരേ ത്വയി ജലം ആദാതും അവനതേ തസ്യാസിന്ധോ പൃഥും അപി ദൂരഭാവാത് തനും പ്രവാഹം ഗഗനഗതയ നൂനം ദൃഷ്ടീ ആവർജ്യ ഭുവ സ്ഥൂലമധ്യേന്ദ്രനീലം ഏകം മുക്താഗുണം ഇവ പ്രേക്ഷിഷ്യന്തേ. അപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ആ പ്രവാഹത്തെ, ചർമ്മണ്വതി നദിയുടെ പ്രവാഹത്തെ ആസ്വദിക്കാൻ ആളുകൾക്ക് ഒരു അവസരം നൽകണേ എന്നും കൂടെ മേഘത്തോട് അഭ്യർത്ഥിക്കുന്നത് പോലെ തോന്നും. അങ്ങ് അവിടേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, നീലനിറത്തിലുള്ള അങ്ങ് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ കാഴ്ച ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ. ഭൂമിക്കൊരു മുത്തുമാല, ഇന്ദ്രനീലക്കല്ല് പതിച്ച ഒരു മുത്തുമാലയണിഞ്ഞ പ്രതീതി ഗഗനഗതികളായ ആകാശചാരികളായ ആളുകൾക്ക് നൽകുമല്ലോ എന്ന് സൂചിപ്പിക്കുകയാണ്.